സ്കൂള് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ തരും, പ്രോപ്പർട്ടിയൊക്കെ കളറിങ് പെയിൻറ്റിങ് ചെയ്യാനുള്ള ഇതൊക്കെ തരും. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും അമ്മയ്ക്കും ചെയ്യാം കുട്ടിക്കും ചെയ്യാം. അപ്പം മോനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനായിട്ട്. നല്ലൊരു രസമായിരുന്നു കേട്ടോ. നല്ലൊരു 2 hours ദിയ മേക്കിങ്ങും പിന്നെ ഗെയിം സെക്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവാലി സെലിബ്രേറ്റ് ചെയ്ത പോലെയും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. കുറച്ച് നേരം ഇങ്ങനെ ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു ആക്ടിവിറ്റി സെക്ഷൻ അമ്മയ്ക്കും കുട്ടിക്കും ഒക്കെ കിട്ടും. പാരൻസ് അച്ഛനും അമ്മയ്ക്കും പങ്കെടുക്കാം കേട്ടോ. അപ്പം മോന് ഋതുവിൻ്റെ അച്ഛന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളുമാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു എല്ലാ ഭാഗവും. ഇനി ഞാനാണ് ദിയ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഋതു ചെയ്ത ചിരാതും ഞാൻ ഉണ്ടാക്കുന്നതും ഡിഫറെൻറ്റ് ടൈപ്സാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഡിസൈനൊക്കെ വരുന്ന കുറച്ചുകൂടി വർക്കൊക്കെ ഉള്ള, നമുക്ക് പെയിൻറ്റ് ചെയ്താൽ നല്ല രസമായി കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നൊരു ചിരാതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി ഇതൊക്കെ. എനിക്ക് ടി വിയിൽ ഇതൊക്കെ കാണുമ്പോൾ ചില മലയാളം സോങ്സിലൊക്കെ ഇങ്ങനെ ചട്ടി വലിയ കലമൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു സമയം കാണുമ്പോൾ എപ്പം ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അപ്പോൾ ചെറുതാണെങ്കിലും ഒരു കുഞ്ഞു ചിരാതാണെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൽ ഡിസൈൻ ഇവർ വരയ്ക്കുന്നതൊക്കെ കാണിക്കാം. ഒരു കുഞ്ഞു ദിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ഡിസൈൻ കൊടുക്കലും ചെറിയൊരു മിനുക്ക് പണിയൊക്കെയാണ് ലാസ്റ്റ് സെക്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ എത്ര മനോഹരമായിട്ട്, എത്ര ഡീറ്റെയിൽ ആയിട്ട്, എത്ര സൂക്ഷ്മതയോടെയാണ് അത് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് എനിക്കിങ്ങനെ വണ്ടർ അടിച്ചു പോയി. എന്ത് രസമാണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. ഒരു ജോലിയും ചെറുതല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയിക്കുന്ന കുറച്ചൊരു എലമെൻറ്റും കൂടിയാണ്. പിന്നെ അതിലെൻ്റെ പേര് എഴുതി അനുശ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇനി